ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജേണൽ എൻട്രീസ് ആണ്. ജേണൽ എൻട്രീസ് എഴുതുന്നതിന് മുൻപ് നമുക്കറിയാം എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ആണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നത്. 40,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10 each. ഇങ്ങനെ 4 lakh rupeesൻ്റെ ഇക്വിറ്റി ഷെയർ ആണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 4 lakh rupeesൻ്റെ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്തണമെങ്കിൽ അത്രയും തുക കമ്പനി എന്ത് ചെയ്യണം, കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നത് 2 കാര്യമാണ്. ഒന്ന്, കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അല്ലേ. 6% പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 6% പ്രിഫറൻസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 each ആൻഡ് 110 അല്ലേ. 100 രൂപ വിലയുള്ള 2000 പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് ഇഷ്യൂ ചെയ്യുന്നത് 10% പ്രീമിയത്തിനാണ്, അതായത് 110-നാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് സെക്യൂരിറ്റി പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് അർത്ഥം. അങ്ങനെ ആ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അതോടൊപ്പം അതിലൂടെ കണ്ടെത്താൻ കഴിയാത്ത തുക എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർവിൽ നിന്നും എടുക്കുന്നു. അതിനുവേണ്ടി 2 റിസർവുകൾ തന്നിട്ടുണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ജനറൽ റിസർവും തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ട തുക അതിൽ നിന്ന് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ബൈബാക്ക് നടത്താനുള്ള തുക കണ്ടെത്തുന്ന 2 ജേണൽ എൻട്രികളാണ് എഴുതുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഫസ്റ്റ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് സെക്യൂരിറ്റി പ്രീമിയത്തെയും ഇവിടെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ to 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്ര വരും, 2000 × 100 2 lakh. സെക്യൂരിറ്റി പ്രീമിയത്തിൽ 2000 × 10 20,000. ബാങ്ക് അക്കൗണ്ടിലേക്ക് 2 കൂടെ ആഡ് ചെയ്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ 2,20,000. ഇതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി. പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ഓക്കെ. ഇഷ്യൂഡ് 2000 6% പ്രിഫറൻസ് ഷെയർ അറ്റ് ദ റേറ്റ് ഓഫ് ₹100 each അറ്റ് 110. ഇതാണ് നരേഷൻ. ഫസ്റ്റ് ജേണൽ എൻട്രി എഴുതി. ഇനി നമുക്ക് അതിലൂടെ 2 ലക്ഷമേ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. ദെൻ ഇനി നമുക്ക് എന്ത് വേണം, 2 ലക്ഷം കൂടെ വേണം. 2 ലക്ഷം രൂപ ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, റിസർവിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ റിസർവ് 2 റിസർവാണ് തന്നിട്ടുള്ളത്. ഒന്ന് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ റിസർവും ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റാർ, ബാക്കി തുക ജനറൽ റിസർവ് നടക്കുന്നു. അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റാർ ടു എങ്ങോട്ട് മാറ്റണം, CRR അക്കൗണ്ടിലേക്ക് മാറ്റണം. പ്രിഫറൻസ് ഷെയർ ഒക്കെ പഠിച്ച പോലെ തന്നെ CRR അക്കൗണ്ടിലേക്ക് ആ തുക മാറ്റുന്നു, റിസർവിൽ നിന്ന് എടുക്കുന്ന തുക. ഓക്കെ. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റാർ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റാർ ടു CRR അക്കൗണ്ട്. ഇനി സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലെ എമൗണ്ട് നോക്കിക്ക് എവിടെ തന്നിട്ടുള്ളത്, 1,20,000 തന്നിട്ടുണ്ട്. നമുക്ക് രണ്ടിലും 1 lakh വീതം എടുക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ 1 lakh, ജനറൽ റിസർവിലും 1,20,000 ഉണ്ട് അല്ലേ. 1 lakh അതിൽ നിന്ന് എടുത്താൽ 2 lakh അങ്ങനെ ആക്കാം. ഇവിടെ അങ്ങനെയല്ല തന്നിട്ടുള്ളത്. 1,20,000 സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് എടുത്തു, ജനറൽ റിസർവിൽ നിന്ന് 80,000 എടുത്തു. ഇത് നമ്മുടെ ഓപ്ഷനാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് 1,20,000 എടുത്തു. എങ്ങനെയാണ് അത് എടുക്കാൻ കാരണം, 1,20,000 എടുക്കാനുള്ള കാരണം 1 lakh നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ബാലൻസ് 1 lakh ഉണ്ട്. പിന്നെ പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ ഒരു 20,000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പുതിയ 6% പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത സമയത്ത് അതിൻ്റെ മുകളിലുള്ള ജേണൽ എൻട്രി തന്നെ നോക്കിക്കേ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് 20,000 ഉണ്ട്. അപ്പോൾ ആ 20,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 1 lakh കൂട്ടി 1,20,000 സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ. ബാക്കി 2 lakh എത്ര മതി, 80,000 മതി. അത് ജനറൽ റിസർവ് നിന്ന് എടുക്കുന്നു. ജനറൽ റിസർവിൽ നിന്ന് 80,000. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു, CRR അക്കൗണ്ടിലേക്ക് 2 lakh ആക്കി. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ 2 lakhഉം റിസർവിൽ നിന്ന് 2 lakhഉം കൊടുക്കാനുള്ള 4 lakh rupees ആയി. ഇനി നമുക്ക് ബൈബാക്ക് നടത്തണം. ഓക്കെ. അപ്പോൾ ബൈബാക്ക് നടത്തുമ്പോൾ ഇനി അടുത്ത ജേണൽ എൻട്രി ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതാണ് നെക്സ്റ്റ് ജേണൽ എൻട്രി വരിക. ബൈബാക്ക് നടത്തണമെങ്കിൽ ആദ്യം നമ്മളൊരു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതാണ് ഇനി ഓപ്പൺ ചെയ്യുന്ന ജേണൽ എൻട്രി. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. പുതിയൊരു ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. അവിടെ എത്ര തുക ഉണ്ടാവും, 40,000 എന്താണ്
ഡിസ്കൗണ്ടിനാണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നത്. അതുകൊണ്ട് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര ബൈബാക്ക് നടത്തുന്നവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര പോകേണ്ടതുള്ളൂ? 3,60,000 പോകേണ്ടതുള്ളൂ. ഓക്കെ, 40,000 എന്താണ് അവിടെ? ഡിസ്കൗണ്ടാണ്. 40,000 ഷെയറാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. 40,000 ഇൻറ്റു 1 40,000 തന്നെ വരും. ആ 40,000 എന്താണ്? ഡിസ്കൗണ്ടാണ്. ഓക്കെ, ഇക്വിറ്റി ഷെയറിൻ്റെ വില എത്രയാണ്? 9 ആണ് അല്ലേ? 9 ആണ്. അപ്പം 40,000 ഇൻറ്റു 9 ആണ് എന്ത്? 3,60,000. 3,60,000. ഓക്കെ, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് 40,000 ഇൻറ്റു 9 3,60,000. അപ്പോൾ നമ്മൾ ബൈബാക്ക് നടത്തുന്നതിനുള്ളൊരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ആ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ തുക പേയ്മെൻറ്റ് നടത്തുവാണ്. ഓക്കെ, അപ്പം അവർക്ക് പേയ്മെൻറ്റ് നടത്തുന്ന ജേണൽ എൻട്രിയാണ് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബൈബാക്ക് നടത്താനുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പണം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എത്രയേ കൊടുക്കേണ്ടതുള്ളൂ? 40,000 വാങ്ങിയിരുന്നു, പക്ഷേ 1 രൂപ ഡിസ്കൗണ്ടാണ്. ഓക്കെ, 10 രൂപ വിലയുള്ള ഷെയർ 9 രൂപക്കാണ് ബൈബാക്ക് നടത്തുന്നത്. അപ്പം 40,000 ഇൻറ്റു 9 3,60,000 അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതുള്ളൂ. ദെൻ ബൈബാക്ക് നടത്തി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ബൈബാക്ക് നടത്തി കഴിഞ്ഞ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ തിരിച്ചു കൊടുത്ത് അവരെ പിരിച്ചു വിടണം. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ലാസ്റ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഡിസ്കൗണ്ടിന് ബൈബാക്ക് നടത്തുമ്പോൾ ആ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ടിനെ നമ്മൾ എങ്ങോട്ടാണ് മാറ്റുക? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് അതിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഏറ്റവും ലാസ്റ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 4 lakh, ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ടിൽ 3,40,000 60,000, ദെൻ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിൽ 40,000. ഇത്രയാണ് ഇതിനകത്ത് ജേണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ അവിടെ 2 ജേണൽ എൻട്രിയും പിന്നെ ഇവിടെ 3 ജേണൽ എൻട്രിയും. ഓക്കെ, അപ്പോൾ 2 ജേണൽ എൻട്രി എന്താണ്? ബൈബാക്ക് നടത്തുന്നതിനുള്ള തുക നമ്മൾ കണ്ടെത്തുന്നു. അതിനുശേഷം ബൈബാക്ക് നടത്തുന്നതിനുള്ള ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബൈബാക്ക് നടത്തുന്നു. ബൈബാക്ക് നടത്തി കഴിഞ്ഞതിന് ശേഷം അത് ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്കൗണ്ടിനായതുകൊണ്ട് അതിനെന്ത് ചെയ്തു? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റി 40,000. ഇത്രയുമാണ് പ്രോബ്ലം. ഓക്കെ, ബൈബാക്കിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ചാപ്റ്റർ നമ്മളിവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.